ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഐഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് പ്രയോജനമായിട്ടുള്ള രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസ് അതുപോലെയുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കുമെന്ന്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ആവാം. ഞാനിപ്പോൾ ഇതിൽ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്ന ഡിഷൊന്നും എൻ്റെ സ്വന്തം പ്രിപ്പറേഷൻ ആയിരിക്കില്ല. കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. ഇന്നത്തെ ഡിഷും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എന്നാലും സാരമില്ല, അറിയാത്തവർക്ക് അതൊരു പുതിയ അറിവായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ചോറിൻ്റെ ഒപ്പം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന്. അത് വേറൊന്നുമല്ല, മുട്ട അവിയലാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല, അവിയൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഏതാണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടന്നാലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ മുട്ട അവിച്ച് അതിൻ്റെ തോടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുക്കുക. ഇത് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കൂട്ട് അരയ്ക്കാനായിട്ട് പോകുന്നത്. തേങ്ങയൊക്കെ ചിരകി ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുവാണ്. അത്യാവശ്യം വലിയ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ 2 എണ്ണമാണ് കേട്ടോ ഇടുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. പച്ചമുളക് ഇല്ലാത്തവർ അല്ലാത്ത നോർമൽ പൊടിമുളക് ഇട്ട് കൊടുത്താലും മതി. ആവശ്യത്തിന് എരിക്കനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ജീരകപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. ജീരകവും ഇടാം കേട്ടോ. ഇതിപ്പോൾ ജീരകപ്പൊടി ഉണ്ടായതുകൊണ്ട് തന്നെ ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണ്. അതിലേക്ക് ആവശ്യത്തിന് കടുക്, ഇത് കടുക് പൊട്ടിക്കാനാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുവാണ്. കൂട്ടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കടുക് വറക്കുമ്പോൾ കറിവേപ്പില കൂടെ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ട ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ 4ആയിട്ട് കീറുക. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. ഇതെന്താ ഈ മുട്ടക്കരു ഒന്നും ഇങ്ങനെ മഞ്ഞക്കരു ഇതിലേക്ക് ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക കൂട്ടൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വലുതായിട്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കുവാണ് ഞാനിപ്പോൾ. കുറച്ച് നേരം അതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ മുട്ട അവിയൽ ഇത്രയേ ഉള്ളൂ പരിപാടി. എല്ലാ ചേരുവകളും കറക്റ്റാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഓക്കെ, ബൈ.